പ്രവാചകരെ, മറ്റു മാസങ്ങളെക്കാളും ശഅബാൻ മാസത്തിൽ താങ്കൾ നോമ്പ് കൂടുതലായി നോൽക്കുന്നുണ്ടല്ലോ, എന്നാൽ അതേപോലെ മറ്റു മാസങ്ങളിൽ ഞാനത് കാണാറില്ല. കൂടുതൽ നോമ്പ് നോൽക്കാറുള്ളത് ശഅബാൻ മാസത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ദാലിക ശഹ്റുൻ, അതൊരു മാസമാണ്. എന്താ മാസത്തിന്റെ പ്രത്യേകത? യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമളാൻ, റമളാനിന്റെയും റജബിന്റെയും ഇടയിൽപ്പെട്ട് ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാകുന്നു ഏത്? ഈ ശഅബാൻ മാസം എന്ന് പറയുന്നത്. കാരണം റജബ് എന്ന് പറഞ്ഞാൽ പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽ ഒരു മാസമാണ്, യുദ്ധമൊന്നും പാടില്ലാത്ത മാസമാണ്. അതുകൊണ്ട് അറബികൾക്കിടയിൽ ആ മാസത്തെ ഒന്ന് പ്രത്യേകം അവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവും, യുദ്ധം പാടില്ല എന്നുള്ളതുകൊണ്ട്. അതേപോലെ റമദാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മ ഉള്ളതാണ്, വലിയ മഹത്വമുള്ള ഒരു മാസവുമാണ്. ഇതിന് രണ്ടിന്റെയും ഇടയിൽ പെട്ടുപോകുന്ന, അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാകുന്നു ശഅബാൻ മാസം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഹുവ ശഹ്റുൻ, ആ മാസത്തിന്റെ പ്രത്യേകത എന്താ? തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ മുഴുവനും ഉയർത്തപ്പെടുന്ന മാസമാകുന്നു യഥാർത്ഥത്തിൽ ശഅബാൻ മാസം. ഫഉഹിബ്ബു അൻ യുർഫഅ അമലി, അതുകൊണ്ട് എൻ്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വഅന സ്വായിമുൻ, അതുകൊണ്ട് ഞാൻ ഈ ശഅബാൻ മാസത്തിൽ എന്ത് ചെയ്യും? ധാരാളമായി ഞാൻ നോമ്പ് നോൽക്കും. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുത്ത മറുപടി. അപ്പൊ എന്ത് മനസ്സിലായി? ശഅബാൻ മാസത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശഅബാൻ 15ന്റെ നോമ്പല്ല, മറിച്ച് ആ മാസത്തിൽ പരമാവധി നോമ്പ് നോൽക്കുമായിരുന്നു എന്നാണ്.